ദീപാവലി ആശംസകൾ. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് കേക്കാണ്. ഈ കൊറോണ കാലത്ത് നമുക്ക് പുറത്തു നിന്നുള്ള സ്വീറ്റ് ഡിഷുകൾ വാങ്ങിക്കഴിക്കാത്തൊരു ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ അതിലും പേടിയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് വീട്ടിൽ തന്നെ ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് മിൽക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് പാലാണ് എടുത്തേക്കണത്. ഇത് ഞാൻ പാക്കറ്റ് പാൽ തന്നെ എടുത്തത്, അമുലിൻ്റെ പാക്കറ്റ് പാലാണ് എടുത്തത്. അപ്പോൾ അതിന് 4 കപ്പ് പാലെടുത്ത് നമുക്ക് ആദ്യം തിളപ്പിച്ച് അതിനെ പിരിക്കണം. അപ്പോൾ അതിനായിട്ട് 4 കപ്പ് പാല് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിനെ തിളപ്പിക്കാം. നന്നായിട്ട് തിളപ്പിക്കുക. ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുക്കണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് കൂട്ടി വെച്ചുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 2 നാരങ്ങയുടെ നീരാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കുക, അരിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ പാല് തിളച്ച് തുടങ്ങി. അതിലേക്ക് 2 നാരങ്ങ പിഴിഞ്ഞ് നീര് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലോണം പിരിഞ്ഞ് പനീറായിട്ടുണ്ട്. നല്ലോണം കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു തുണിയിൽ അരിക്കുകയാണ് നല്ലത്. എന്താ വെച്ചാൽ നല്ലോണം അതിൻ്റെ വെള്ളം പോകണം. അപ്പോൾ ഒരു പാത്രത്തിൽ നല്ല വൃത്തിയുള്ളൊരു ടവൽ വിരിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് അതിൻ്റെ വെള്ളം നല്ലോണം നമ്മൾ പിഴിഞ്ഞ് കളയണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടവലിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയൊന്നും നമുക്ക് ഇപ്പം നല്ല ചൂടുണ്ടാവും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പിഴിയാനൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് പതുക്കെ ഞെക്കി ആ വെള്ളം കളയാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് അത് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിയാൻ പറ്റും. ഈ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ നാരങ്ങയുടെ വല്ല മണമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അത് പോയി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിയാൻ പറ്റും. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ നാരങ്ങയുടെ വല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ പോകുള്ളൂ. നന്നായി പിഴിഞ്ഞെടുക്കുക. നമ്മൾ രണ്ടാമതും കഴുകിയെടുക്കണം. അതിന് കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ഉടച്ചും കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. മാക്സിമം അതിൻ്റെ വെള്ളമൊക്കെ പോകണം. ഇനി നമുക്കൊരു കിഴി പോലെ കെട്ടിയിട്ടേ എവിടെയെങ്കിലും ഒന്ന് തൂക്കി വെച്ചാൽ മതി. നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം കെട്ടിയിട്ട് തൂക്കി വയ്ക്കും. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കപ്പും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 കപ്പോടെ നമ്മൾ പനീർ ഉണ്ടാക്കിയല്ലോ. ഇനിയിപ്പോൾ 4 കപ്പ് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 8 കപ്പ് പാലാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ 3 കപ്പാണ് പനീർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ 3 കപ്പ് നമ്മൾ കുറുക്കിയെടുക്കാൻ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ പാല് നല്ലോണം തിളപ്പിച്ചിട്ട് പകുതിയാക്കണം. എന്ന് പറഞ്ഞാൽ 4 കപ്പ് ഒഴിച്ചു, നമ്മൾ 2 കപ്പ് ആക്കണം. അതുവരെ നമ്മൾ തിളപ്പിക്കണം. അപ്പോൾ ആദ്യം ഒന്ന് സ്റ്റൗ ഹൈയിലേക്ക് വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അത് മീഡിയത്തിലാക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കായ ചേർക്കാം. ഒരു 5 ഏലക്കായ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര കൂട്ടി നമ്മളത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ആ പനീർ ഉണ്ടല്ലോ, പനീർ നല്ല വലിയ കട്ടയല്ലേ, അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഉടച്ചിട്ട് ഇതേപോലെ ആക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം നല്ല പാകമായിട്ടുണ്ട്, പകുതിയായിട്ടുണ്ട്, നല്ലോണം കുറുകി വന്നു. നമുക്ക് ഈ പനീർ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുകയും ചെയ്യുക, കൂടെ നമ്മുടെ ചട്ടുക വെച്ചിട്ട് ഒന്ന് ഉടയ്ക്കുകയും ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ ഒപ്പം ഇളക്കി കൊടുക്കുക. അതേപോലെ ഒന്ന് ഉടയ്ക്കുകയും ചെയ്യുക. അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ട്രേയിൽ കുറച്ച് നമുക്ക് സെറ്റ് ചെയ്യണ്ടേ മിൽക്ക് കേക്ക്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്യ് നേരത്തെ തന്നെ പുരട്ടി വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് 1 സ്പൂൺ നെയ്യ് ട്രേയിൽ പുരട്ടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ പാലും പനീറും കൂടി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കുക. തീ അധികം ഹൈയിൽ വയ്ക്കാതിരിക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കണത്. ഇനി മധുരം അധികം ഇഷ്ടമുള്ള ആൾക്കാർക്ക് 2-3 സ്പൂണും കൂടി അധികം ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ചേർത്താലും കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ. ഇനി ഈ വെള്ളം നന്നായിട്ട് പാല് നന്നായി വറ്റണം. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. തീ ഹൈയിലേക്ക് വയ്ക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ പാല് നല്ലോണം വറ്റി തുടങ്ങിയിട്ടുണ്ട്. പനീറും പാലും കൂടി നല്ലോണം മിക്സായി നല്ലോണം കുറുകി വന്നു. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. അത് വെച്ച് പോയി കഴിഞ്ഞാൽ അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പാല് ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത്ര പോരാ, കുറച്ചും കൂടി നല്ലോണം ഡ്രൈ ആവണം, എന്നാലേ അത് നല്ല സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ശരിക്കും നമ്മുടെ അതിൻ്റെ ടെക്സ്ചർ തന്നെ വ്യത്യാസമായി. നല്ലോണം പൊടിഞ്ഞ് വരാൻ തുടങ്ങി. ഈ ഒരു പാകത്തിലാണ് നമുക്ക്
അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലോണം വെള്ളത്തിൻ്റെ അല്ല പാലിൻ്റെ അംശമൊക്കെ പോയി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി 2 മിനിറ്റ് കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ട്രേയിൽ അത് സെറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. നമ്മുടെ മിൽക്ക് കേക്ക് തയ്യാറായി. നമ്മൾ ട്രേയിലേക്ക് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ തന്നെ നെയ്യ് പുരട്ടി വെച്ചിരുന്നല്ലോ. നമുക്ക് ചട്ടുകം വെച്ച് അതിനെ സെറ്റ് ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ടല്ലോ. ഇപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാം. ഒന്ന് അമർത്തി കൊടുത്താൽ മതി സൈഡെല്ലാം. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിൽക്ക് കേക്ക് റെഡിയായി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മീതെ കൂടെ നമുക്ക് വിതറി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് ചട്ടുകം വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തും കൊടുക്കാം. അധികം ഒന്നും അമർത്തണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ സെറ്റായിക്കോളും. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് തയ്യാറായി. ഇത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തു ഫ്രിഡ്ജിൽ നിന്ന്. തീരെ ഒട്ടണമൊന്നുമില്ല, നല്ലോണം സെറ്റായിട്ടുണ്ട്. നമുക്കിനി മുറിച്ചെടുക്കാം. ഓരോ സ്ക്വയർ പീസുകളായിട്ട് മിൽക്ക് കേക്ക് മുറിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മുറിക്കുക. സ്ക്വയർ ഷേപ്പിലിങ്ങനെ ആണ് ഞാൻ മുറിച്ചെടുത്തത്. ഓരോരോ പീസസായിട്ട് നന്നായി കിട്ടി, ഒട്ടും പൊട്ടിപ്പോവാതെ. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് തയ്യാറായി. ഓരോരോ സ്ക്വയർ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ കലാക്കന്ത് മിൽക്ക് കേക്ക് തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കുക. ഈ കൊറോണ കാലത്ത് നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കാൻ പേടിയല്ലേ. അപ്പോൾ നമുക്ക് ഈ ദീപാവലിക്ക് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്വീറ്റ് ഡിഷ് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ആരെങ്കിലും പുതിയ ആൾക്കാരെൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്